അങ്ങനെയല്ല, ഇന്ന് ഇക്കാന്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട്. അവ കുട്ടീനെ കാണാൻ പോവാണ്. ആൺകുട്ടിയാട്ടോ. അയ്യോ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ. അപ്പം നമ്മൾ ആദ്യം പോയിട്ടുള്ളത് ഒരു ബേബി ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. കാരണം ബേബിക്കുള്ള ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ ബേബി ബോയ് ആയതുകൊണ്ട് ആ സെക്ഷനായിട്ട് ഫസ്റ്റ് നോക്കിയത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ന്യൂ ബോൺ ബേബിക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത് തന്നെയുള്ള എരുമപ്പെട്ടിയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാവക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ എൻ്റെ നേരെ കണ്ടുപോയത് ബേബി ഗേൾസിൻ്റെ സെക്ഷനിലേക്കാട്ടോ. എന്താണ് അവിടെ ഒന്നും നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത്. ബസ് കയറിയിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നണത് ഓട്ടോയിൽ പോകണേക്കാട്ടും കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നണത് ബസ്സിൽ പോണതാണ് കേട്ടോ. കാരണം ഓട്ടോയിൽ പോകുമ്പോൾ ഈ കുത്തിക്കുലുക്കം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തീരെ പറ്റണില്ല. ഇപ്പോൾ വയറും കൂടി കുറച്ചായപ്പോൾ തീരെ പറ്റണില്ല. അപ്പോൾ ബസ്സിലാവുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സെൻറ്റർ സീറ്റിൽ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടയറിൻ്റെ ഭാഗത്തിരിക്കുമ്പോൾ മാത്രം പ്രശ്നമുള്ളൂ. ടയറല്ലാത്ത ഭാഗത്തിരിക്കുമ്പോൾ വലിയ സീനില്ലാത്ത കാരണം കൊണ്ട് ബസ്സിലാണ് മാക്സിമം ഇപ്പോൾ പോകാൻ നോക്കല് കേട്ടോ. അപ്പോൾ ഈ ഹോസ്പിറ്റലിലാണ് കേട്ടോ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള അല്ലമീൻ ഹോസ്പിറ്റലാണ് കേട്ടോ അത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉമ്മ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ അവരുടെ അടുത്ത് എവിടെ റൂം എന്നൊക്കെ. നമുക്ക് റൂം അറിയണമല്ലോ. ഞാൻ വെറുതെ ഒന്ന് ക്യാമറ അടിയിലേക്ക് ആക്കിയപ്പോൾ ഇതാ ഒരു സാധനം ഇവിടെ വന്ന് നിൽക്കണേ. എവിടെ ക്യാമറ ഓൺ ആക്കിയോ അവിടെ തലയും കാട്ടി നിൽക്കൂട്ടബിളും. അങ്ങനെ റൂം നമ്പറൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിലാണ് പോകണത്. അപ്പോൾ ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ പേരിൽ ഇതുപോലെ ലിഫ്റ്റിൽ കയറാനും എക്സലേറ്ററിൽ കയറാനൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഉമ്മക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എൻ്റെ ഉമ്മയിൽ കയറിയപ്പോൾ തൊട്ടിട്ട് ബേജാറടിക്കൽ തുടങ്ങിയതാണ്. അങ്ങനെ ഇതാ കഷ്ടപ്പെട്ട് റൂം കണ്ടുപിടിച്ച് ഞങ്ങളിതാ ബേബീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഐഷു ചെന്നപ്പം നിർത്താണ് കേട്ടോ. അത് ഉണ്ണീൻ്റെ അടുത്തുനിന്ന് മാറണേ ഇല്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. അങ്ങനെ അവിടുന്ന് ഉണ്ണിനെയും കണ്ടിട്ട് ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് തറവാട്ടിലേക്കാണ് കേട്ടോ. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് തറവാട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഉമ്മമാനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐഷുവിന് ഞാൻ എന്തോ ചോദിച്ചത് വാങ്ങി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടോളൂ ഇന്നിട്ട് അടഞ്ഞിട്ടിരിക്കട്ടെ. വീഡിയോയിലൊന്നും വരാൻ കൂട്ടാക്കാണ്ട് എന്താ ചെയ്യുക സില്ലികൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഓട്ടോയിൽ പോകണേക്കാട്ടും കംഫേർട്ട് ബസ്സിൽ പോകണതാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ ഇപ്പോൾ കാണാട്ടോ. ഈ ഓട്ടോയിലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആകെ 3 ടയർ ഫുള്ള് എവിടെ ഇരുന്നാലും ടയറിൻ്റെ അടുത്തല്ലേ നമ്മളിരിക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് കുത്തിക്കുലുക്കം കൂടുതലാണ്. അപ്പോൾ നമുക്ക് തീരെ പറ്റണില്ല കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മോന്ത കണ്ടറിയാം ഞങ്ങൾക്ക്. അങ്ങനെ ഇതാ ഗായ്സ് ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ തറവാട്ടിൽ. ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് കയറി നോക്കണം. അമ്മമാർക്ക് അറിയൊന്നുമില്ല കേട്ടോ ഞങ്ങളിന്ന് വരണ കാര്യം. മറ്റേത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരലെന്ന് വരൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരല്. അപ്പോൾ ഇന്ന് ആർക്കും അറിയില്ല, പറയാണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഉമ്മമാർക്ക് നല്ല സന്തോഷമാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഉമ്മമാർക്ക് എപ്പോഴും പരാതിയാണ് കേട്ടോ ഞങ്ങൾ ചെല്ലണില്ല, കാണാൻ ചെല്ലണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയ കാരണം കൊണ്ടാണ്. മുന്നൊക്കെ ഞങ്ങളെപ്പോഴും ഞായറാഴ്ച ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. സ്കൂള് ഐഷുവിന് പൂട്ടുള്ളപ്പോൾ ഒക്കെ ഒക്കെ വരും. പക്ഷെ ഇപ്പം അതിന് പറ്റാത്തൊരവസ്ഥയായ കാരണം കൊണ്ട് അധികം കാണാൻ പറ്റാറില്ല, സത്യമാണ്. അപ്പോൾ ഇത് വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ ഒരാളെ കാണാനില്ല. അടുക്കള വരെ ഞാൻ എത്തി നോക്കി, ഒരു മനുഷ്യൻ്റെ കുട്ടീനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഇതാ വടക്കേ പുറത്ത് എത്തി. അവിടെ ആ തുന്നാന്തലൊക്കെ വാതിൽ തുറന്നിട്ടിട്ടാണ് കേട്ടോ ഈ വന്നിരിക്കണത് കുട്ടികളൊക്കെ. ഷിയാസ്കാടെ പെണ്ണ് പ്രസവിച്ചിട്ടേ കുട്ടീനെ കാണാൻ പോയിക്കിരുന്നു. ആൺകുട്ടി. പിന്നെന്താ അറിയണ്ട്. അപ്പോൾ ആ ചിരിയിലുണ്ട് കേട്ടോ ആ പുള്ളിക്കാരുടെ സന്തോഷം. അപ്പോൾ അതെന്നെ ഇങ്ങനെ ഉയിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. കാരണം ഇത്രയും വയറായ ശേഷം എന്നെ കണ്ടിട്ടുണ്ടാവില്ല. മുന്നൊക്കെ ഞാൻ വരുമ്പോൾ ഇത്ര വയറൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉയിഞ്ഞ് നോക്കുകയാണ്. അഭിപ്രായവും കിട്ടിയിട്ടാ 7 മാസത്തിലുള്ള വയറൊന്നും ഇല്ലല്ലോ എന്ന്. വയസ്സായവരെല്ലാവർക്കും എന്തും പറയാലോ. അപ്പോൾ അതാ ഗായ്സ് ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് വെള്ളം നോക്കുകയാണ്. ഞാൻ അവിടെ വന്ന ഫസ്റ്റ് നോക്കുക വെള്ളമാണ്. ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ഗായ്സ്. ഇത് നിഷാദിൻ്റെ ഇക്കാക്കുണ്ട് കേട്ടോ. ഓൻ്റെ വെള്ളം ഓൻ ജിമ്മിന് പോകുമ്പോൾ പൊടി കലക്കി കുടിക്കണ വെള്ളമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനതൊക്കെ തീർത്ത് വെച്ചിട്ട് പോകും. ഞാനിട്ട് മുങ്ങും. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് അവൻ്റെ നല്ല ആട്ട് കേൾക്കും. ഞാനിതൊക്കെ എടുത്ത് കുടിച്ചിട്ട് എൻ്റെ പാട് നോക്കിയിട്ട് ഞാൻ പോകും കേട്ടോ. അപ്പോൾ അമ്മായിക്ക് ഇന്ന് ഓൻ്റെക്കുന്നുള്ള ആറാട്ടുണ്ടാവും കേട്ടോ. ഞാൻ അതിനുള്ള വകയൊക്കെ അത് ഒപ്പിച്ചൊക്കെ നിന്നിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മുണുങ്ങണ്ടേ. അപ്പോൾ മുണുങ്ങാനുള്ള സാധനങ്ങൾ തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ അത് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എന്തോ ഇരിക്കുന്നുണ്ട്, തുറന്നു നോക്കാം നമുക്ക്. ഇത് ഈ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഉണ്ടല്ലേ, എന്താ ഇതിന് പറയുക, കൊഴുക്കട്ട അങ്ങനെ എന്തോ പറയില്ലേ ആ സാധനം. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിന്നണം. ഇനി വേറെ എന്തൊക്കെ ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഉമ്മമ്മ തന്നെ വിളിക്കണം കേട്ടോ ഇവിടെ എന്തോ ഉണ്ട് പറഞ്ഞിട്ട്. ഉമ്മമാക്കാണെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതും ഇതും തീറ്റിക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല. ഇവിടെ എന്താ ഉള്ളത് അതൊക്കെ ഞങ്ങളെ കൊണ്ട് തീറ്റിക്കും. അങ്ങനത്തെ ഒരു ഉമ്മമ്മയാണ് ഇട്ടത്.
അപ്പോൾ എല്ലായിടത്തും ഉമ്മമാരിങ്ങനെ തന്നെയാവും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 2 സമൂസയും പിന്നെ ഒരു നെയ്യപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സമൂസ എനിക്ക് തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒന്നല്ല തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂട്ടത്തോടക്കനെ കണ്ടപ്പോൾ ആകെ ആർത്തിയായി ഗൈസ്. അപ്പോൾ അതാ അങ്ങനെ ഞാൻ നെയ്യപ്പം എടുത്ത് കടിച്ച് വലിച്ച് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഗൈസ്, ഞാൻ വിയർത്തൊലിച്ചിരിക്കണ്. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.